ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോടനാട്ടേക്ക് ആനയെ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം. കേരള ഫോറസ്റ്റിന്റെ അനിമൽ ആംബുലൻസിലാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കോടനാട്ടിലേക്കുള്ള വഴിമധ്യേ സൈഫുനിസ സംഘവും പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആന സാവധാനം കോടനാട്ടേക്ക് പോകുന്നു. വനംവകുപ്പിന്റെ RRT സംഘമുണ്ട്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ ആനയെ അനുഗമിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കോടനാട്ടേക്ക് ആനയെ കൊണ്ടുപോകുന്നു. സൈഫുനിസയുണ്ട്. സൈഫുനിസ, ആന ശാന്തനായി തന്നെ നിൽക്കുന്നു കോടനാട്ടേക്കുള്ള യാത്രയിൽ, അല്ലേ? ഇനി എത്ര ദൂരം എടുക്കും, എത്ര സമയമെടുക്കും കോടനാട്ടേക്ക് എത്താൻ സൈഫുനിസ? അരുൺകുമാർ, ഇനിയൊരു 8 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കോടനാടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് കണ്ണിമംഗലം ജംഗ്ഷനിലാണ്. കണ്ണിമംഗലം ജംഗ്ഷൻ പിന്നിട്ടിരിക്കുകയാണ് ഈ കാട്ടാന. അതിനുശേഷം ഇനിയുള്ളത് യൂക്കാലി ജംഗ്ഷനാണ്. യൂക്കാലി ജംഗ്ഷൻ കഴിഞ്ഞാൽ മലയാറ്റൂരിലേക്ക് കടക്കും. ഇപ്പോൾ ഈ വലിയൊരു സന്നാഹത്തോടു കൂടിയാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോകുന്നത് കോടനാടേക്ക്. പൈലറ്റ് വാഹനങ്ങളുണ്ട് വനം വകുപ്പിന്റെ മുൻപിലും പിന്നിലുമായി. അതിന് പിന്നാലെ നാട്ടുകാരും ദൃശ്യങ്ങൾ പകർത്താനായി ഉണ്ട്. ഈ 30 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കോടനാട്ടേക്ക് ഈ അതിരപ്പള്ളി കാട്ടാനയെ എത്തിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ യൂക്കാലി ജംഗ്ഷനിലേക്ക് എത്തും. യൂക്കാലി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലടിയിലേക്കും ഒപ്പം തന്നെ മലയാറ്റൂരിലേക്കും പിരിയുന്ന ജംഗ്ഷനാണ്. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മലയാറ്റൂർ ജംഗ്ഷൻ വഴി മലയാറ്റൂരിലേക്കായിരിക്കും ഈ ആനയെ കൊണ്ടുപോവുക. അവിടെ നിന്ന് കോടനാട് ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിക്കും. അവിടെ കൂട് തയ്യാറായിരിക്കുകയാണ്. പ്രത്യേകം ഈ അതിരപ്പള്ളി കൊമ്പന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കൂടാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിൽ നിന്നടക്കം യൂക്കാലി മരങ്ങൾ എത്തിച്ചുകൊണ്ടാണ് പ്രത്യേകം കൂട് തയ്യാറാക്കിയത്. നേരത്തെ ഉണ്ടായിരുന്ന കൂട് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് പരിശോധിക്കുകയും കൂടിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു വീണ്ടും കൂട് പുനർനിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിൽ നിന്ന് യൂക്കാലി മരങ്ങൾ 3 ലോഡായി എത്തിച്ചാണ് കഴകൾ കൊണ്ടുവന്നാണ് ഈ കൂട് നിർമ്മിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂട് നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെ വാഴച്ചാൽ DFO പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കൂടിന്റെ നിർമ്മാണം പൂർത്തിയാകാറായപ്പോഴേക്കും വീണ്ടും കഴകൾ തീരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം മൂന്നാറിൽ നിന്ന് വീണ്ടും പുതിയ ലോഡ് കഴകൾ എത്തിച്ചാണ് കൂട് നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ കൂട്ടിലേക്കായിരിക്കും ഈ അതിരപ്പള്ളി കൊമ്പനെ ചികിത്സയ്ക്കായി എത്തിക്കുക. ഈ മസ്തകത്തിൽ ഉണ്ടായിരിക്കുന്ന പരിക്ക് അത് ഗുരുതരമാണ്. ആ പരിക്കിൽ ഇപ്പോൾ ഒരു പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. എങ്കിലും ശാന്തനാണ്, ആരോഗ്യവാനാണ്. കാരണം ഈ റോഡ് തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം വനം വകുപ്പിന്റെ കീഴിലുള്ള വനപ്രദേശമാണിത്. അതിനകത്തുകൂടിയാണ് ഈ മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ അധിക നേരം ആനയെ വെയിലത്ത് നിർത്താൻ സാധിക്കില്ല. മറ്റേ വലിയ പുറത്തെ പിന്നാലെ തന്നെയുണ്ട്. ഇപ്പോൾ കോടനാട്ടേക്കുള്ള യാത്രയിലാണ് അതിരപ്പള്ളി കൊമ്പൻ. അല്പസമയത്തിനുള്ളിൽ കോടനാട്ടേക്ക് എത്തിച്ചേരും. അഭയാരണ്യത്തിലാണ് ഇപ്പോൾ കാട്ടുകൊമ്പന് ചികിത്സ ഒരുക്കിയിരിക്കുന്നത്.